ആ നീ എന്തിനാ ശശി എന്നെ അന്വേഷിച്ചത്? പപ്പായ ചേട്ടാ, ചേട്ടൻ എനിക്ക് വേണ്ടി ഒരാളെ തപ്പിക്കൊണ്ട തരണം. എനിക്ക് പോലീസിലല്ല ജോലി. അതല്ല ചേട്ടാ, ചേട്ടൻ അത്യാവശ്യം ബ്രോക്കർ പണിയൊക്കെയുള്ള ആളല്ലേ? എന്റെ അച്ഛന്റെ ജീവിതം ചേട്ടന്റെ കയ്യിലായിരിക്കുന്നേ. എന്താ കാര്യം? ചേട്ടൻ അറിയാലോ, എന്റെ അച്ഛനോട് തെറ്റി അമ്മ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുക. അവളൊരു മുൻകോപിയാ. അപ്പോ നിങ്ങളുടെ വീട്ടിലിപ്പോ തീ പുകയുന്നില്ല അല്ലേ? അതുകൊണ്ട് ചേട്ടൻ വീട്ടിലേക്ക് ഒരു കുക്കിനെ എന്തായാലും ഏർപ്പാടാക്കി തരണം. ആ, ഒരു തള്ളയുണ്ട്, അല്പം പഴയ സ്റ്റൈലിലാ കുക്ക് ചെയ്യുക. എനിക്കത്ര പഴയ സ്റ്റൈല് വേണ്ട. ആ, ഒരുത്തനുണ്ട്, ഒരു ബിനോയ്, ചൈനീസ് ഫുഡിൽ കേമനാ. പക്ഷേ 15,000 രൂപ മാസം രൊക്കം കൊടുക്കണം. എന്ത് വേണേലും കൊടുക്കാം, എങ്ങനെയും ആളെ കിട്ടിയാ മതി. എന്നാലൊക്കെ നാളെ തന്നെ അവൻ എത്തും. പുതിയ പാചകക്കാരൻ എങ്ങനുണ്ട്? ആള് കൊള്ളാമല്ലേ? കൊള്ളാം ചേട്ടാ, പയ്യൻ ആളടിപൊളിയാ. അല്ല ശശി, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നീ സാധാരണ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഇപ്പോഴെന്താ നിർത്തിയോ? അത് പിന്നെ അത് മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ പാചകക്കാരൻ പാചകത്തിലുള്ള പഠിത്തമൊക്കെ കഴിഞ്ഞു വന്നവനാ. പേടിക്കാതെ തിന്നാം.